ഇത് അവൻ അയച്ചു തന്നതാ. ഇനി ഇതിന്റെ ഒരു കുറവ് വേണ്ട, ആവട്ടെ. സുമതിയുടെ മോടെ കല്യാണം വിളിക്കാൻ വന്നിരുന്നു കേട്ടാ. 28-നാണെന്ന്. എന്താണ് മനുഷ്യ അതിനകത്ത് ഇത്രയും നോക്കാൻ? എന്ത് പറ്റി? ഒന്നും പറ്റില്ല. ഇല്ല, വെറുതെ പേടിക്കാതെ. ഒന്നുമില്ല, ഒന്നുമില്ല, വെറുതെ പേടിക്കാതെ. എന്റെ മനുഷ്യ, എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വരുന്നവരെ ഉള്ളൂ അമ്മച്ചി ഇതൊക്കെ. ഇനി എങ്ങോട്ട് കാണാം. മനസ്സിലാക്കിയോ? ഓ, നിനക്ക് അങ്ങനെ മനസ്സിലാവാനാ. ഞാനെന്റെ പുതിയ കോളേജല്ലേ വിളിക്കുന്നേ. ആടി കുറച്ചേട്ടായി കിട്ടിയത്. ഇതിലൊരു കണ്ണാടി കൊണ്ടടി. എല്ലാ രസമാ അതിനകത്തൂടെ കാണുമെന്ന് അറിയാമോ? അത് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാനിത്ര സുന്ദരിയാണെന്ന്. ഈ കവിളും ഈ നുണക്കുഴിയും എല്ലാം കൂടെ കാണാൻ എല്ലാ രസമാടി. ഇതൊരു കിടക്കാച്ച സംഭവമാടി. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആടി നീ വന്നാടി. ആ, ഞാൻ കാണിച്ചു തരാടി. എന്റെ ഒരു ഭാഗ്യ. ഇങ്ങനെ പൊക്കല്ലേ അമ്മച്ചി. എന്നെ കുറിച്ച് എന്നതൊക്കെയാ പറഞ്ഞു കൊടുത്തേക്കുന്നേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പേശ് പേശ് പേശ്. ഞാനേ ഒരു വീഡിയോ എടുക്കട്ടെ. അവളുമാരൊക്കെ കണ്ട് ഞെട്ടണം. എന്നാ മണമാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല കേട്ടോ, ഇടുക്കാറ്റിയായിട്ടുണ്ട്. ആ, ടുഡേ സ്പെഷ്യലി ചിക്കൻ കബാബ്. ഇതൊക്കെ വെറും ഒരു തുടക്കം മാത്രമാണ് മോനെ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. How to get slim in 1 week. 1 week? എന്റെ പൊന്നമ്മച്ചി, ഇത് 1 year എടുക്കുമല്ലോ. എല്ലാവരുമാരെ ഞാൻ കാണിച്ചു തരാം. തടിക്കുകയാണല്ലേ, കാണിച്ചു തരാൻ വേണ്ടി കോതകളെ.
എന്നതാ ഈ കാട്ടിക്കൂട്ടുന്നതെന്തോ? ഞാൻ ഡോക്ടർ ഒന്നും അല്ല അമ്മച്ചി. ഒരു വിവരം ചോദിച്ച് പറഞ്ഞു കൊടുത്തും പോയി. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ലക്ഷണം വെച്ച് നോക്കുമ്പോ ഇത് ടെന്നീസ് എൽബോ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ മനുഷ്യ ടെന്നീസ് എൽബോ ആണെന്ന്. അകത്തെങ്ങാണ്ട് ഒരു സാധനത്തിന്റെ വീക്കമോ പൊട്ടലോ മറ്റോ അല്ലേ ഇതിന് കാരണം? അതെ. അതിന് ഈ കിണാപ്പ് വേണ്ടല്ലോ. ഇങ്ങനെ ആക്കി നോക്കിയാ പോരെ. ഡോക്ടറെ എന്താ തിരിക്കുന്നുണ്ട്? ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. നല്ല റെസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇതിന് സർജറി ഒന്നും വേണ്ട. പിന്നെ പെയിൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തുവരെ പൊക്കുന്നേ? ഇഞ്ചക്ഷന്റെ പേരായിരിക്കും കോർട്ടിക്കോസ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ തന്നെ. അവൾ ഇതും പറഞ്ഞായിരുന്നു. ഗൂഗിൾ പേറ്റിയെ ഞാൻ അറിയാവുന്നേ ഓടെ ഒരു കാര്യം. ഇങ്ങോട്ട് കൊടുത്തു. അവളോട് ചോദിച്ചാൽ മതി. ഡോക്ടറും കൂടി എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോ മതിയായല്ലോ പൊന്നമ്മച്ചി. ഓ കഷ്ടം തന്നെ. എന്തുപടി എടുത്ത് പിടിക്കുന്നേ? ഭയങ്കര തലവേദന. ഒരാപ്പിന്നെ അതെടുത്ത് കഴിച്ചതാ. ആസ്പിരിൻ എടുത്ത് കഴിക്കാൻ പറഞ്ഞേ. ഗൂഗിൾ പേറ്റ് കണ്ടൊന്നും എടുത്ത് കഴിക്കാൻ ആവശ്യമില്ലാത്ത അസുഖം ഉണ്ടാക്കി വെക്കാതെ. മനുഷ്യൻ ഏത് നൂറ് ചേച്ചി? എല്ലാം ഈ ജീവിതം മുഴുവൻ തൊലത്തില് ഗൂഗിള് ഗൂഗിള് ഗൂഗിള്. എന്തെങ്കിലും ജീവിതം പോയല്ലേ? വാട്സപ്പ്, അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് കഴിഞ്ഞ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്ത് നമുക്ക് പണ്ടത്തെ എല്ലാ സിനിമകളും കാണാം. പിന്നെ നല്ലൊരു ക്യാമറ, നമ്മുടെ എല്ലാം ഫോട്ടോ എടുക്കാം. എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ നോക്ക്, നിനക്ക് ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായി ചേച്ചി. ചേച്ചി ഇത്രയ്ക്ക് ചന്തോ. ചേച്ചിയെടുത്ത് ഞാൻ പറയാൻ മറന്നു. ഇന്നലെ കിഴക്കിലെ മൂപ്പിലാന്റെ വീട്ടിൽ മരണത്തിന് പോയിരിക്കയോ ഒക്കെ തോട്ടം പിടുത്തമുണ്ടായിരുന്നു. മൂപ്പിലാന്റെ മോളൊരെണ്ണം പേർഷ്യയിലുണ്ടല്ലേ, അവർക്ക് അയച്ചു കൊടുക്കാനാണ് പോലും. അങ്ങേരെ ഒന്ന് കാണാൻ വരെ അവർക്ക് നേരമില്ല. വീടോട്ട് എടുക്കുന്ന പോട്ടം വരെ പിടിച്ചെന്നാ കേട്ടേ. ഉണ്ടോ അതില്? അതല്ലയോ എന്റെ ചേച്ചി, കഷ്ടമായി പോയേ. ഞാനാണ് ഒരു മുഷിന് ഒരെണ്ണം കൊടുത്തോണ്ടാ പോയത്. ഓട്ടം പിടുത്തോണ്ടെന്ന് നമ്മൾ അറിഞ്ഞോ? ഇനിയിപ്പൊ മരിപ്പിന് പോകുമ്പോഴും പട്ടുസാരി എടുത്തോണ്ട് പോകണം, അല്ലാതെ എന്തോ ചെയ്യാത്തിന്റെ ഒരു പോക്കെ. അതും എന്റെ തലയില്. ഞാനിതിനൊക്കെ എന്ത് വിളിച്ചോ എന്തോ. ഗൈസ്, ഇതാണ് നമ്മുടെ ഹോം ടൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ഗൈസ്. എല്ലാം കൂടെ ബാക്കിയോടെ അങ്ങ് പറഞ്ഞു കൊടുക്കും. കഥകിന്റെയും ജനലിന്റെയും അതിന്റെ അളവും സ്ഥാനങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കും. ആ താക്കോല് വെച്ചിരിക്കുന്ന സ്ഥലം കൂടെ പറഞ്ഞു കൊടുക്കും. വല്ലവനൊക്കെ ഇതാ കയറി എടുത്തോണ്ടൊക്കെ പോട്ട്. എന്ത് ഇതൊക്കെ തൊലഞ്ഞല്ലത്? ഒരു ഫേസ്ബുക്കും ഒരു എൻട്രിയും. ഇനി എന്റെ തന്തയ്ക്ക് വിളി.
ഗൈസ് ടുഡേ സ്പെഷ്യൽ യമ്മി. തിന്നുന്നതും തോറുന്നതും ഉണ്ണുന്നതും ഉടുക്കുന്നതും ഒക്കെ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്യാട്ടോ. എന്തെങ്കിലും വന്നാലുണ്ടല്ലോ ഒറ്റയ്ക്കെന്നാലും ഒരു മോനെ കൊണ്ടൊക്കെ പറഞ്ഞു നടക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ. ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ ഞാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. നിനക്കറിയില്ലേ അവനെ? അവൻ നല്ലവനായിരുന്നു. എന്റെ ഫോട്ടോയ്ക്ക് എന്നും താഴെ കമന്റ്സ് ഇടുന്ന സുരാജ് കുമാർ. അല്ല, നീ എന്താ ചോദിക്കാൻ കാരണം? എന്താടി? ഓ, ഒന്നുമില്ല ചേച്ചി. അതെ, അത് ഞാൻ വരുന്നു. ഞാൻ പിന്നെ വിളിക്കാം ചേച്ചി. ഓ, അപ്പൊ എന്തായാലും എനിക്കതൊന്നുമില്ല. നിലയ്ക്കൂടെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ, അവളോട് ഒന്ന് പേടിക്കട്ടെ. ലതയുടെ കാര്യം വല്ല അറിഞ്ഞായിരുന്നോ? ലതയോ? ആ, എന്താ മനുഷ്യ? ഈ നമ്മുടെ സുധാന്റെ ഭാര്യ ലതയില്ലയോ, അവളെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി. ലതയോ? ആ, ലത അവരോട് പറഞ്ഞ നിങ്ങളുടെയൊക്കെ പിന്നെ ഈ ഫേസ്ബുക്കിനകത്തുള്ള ഒരുത്തനുണ്ടല്ലോ, നിങ്ങളുടെ സുരാജ് കുമാർ. ആ, നമ്മൾ അപ്പുറത്തെ പുത്തൻകുളത്തല്ലോടി, അവിടെ ജോലിക്ക് വന്ന ബംഗാളിയില്ല, അവനാദ്യം നിങ്ങളുടെ പല്ലുണ്ടി മൂപ്പിലോ. ആ, എന്തായാലും പോലീസ് അവനെ തപ്പി. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് രണ്ടും. മാത്രമല്ല, ആ കുഞ്ഞിന്റെ കല്യാണത്തിന് വെച്ചിരുന്ന മുഴുവൻ സ്വർണ്ണവും പണം എടുത്തോണ്ടാണ് ഇവള് പോയത്. അല്ല, എന്നിട്ട് ഒരു ഗുണമുണ്ട്. ആ സുധാരനും ഇനി അവൾ വേണ്ട, ആ മോക്കും അവിടെ ഇനി വേണ്ട, അമ്മ ഇനി അവിടെ ഇനി വേണ്ട. അവർ രണ്ടും വീട്ടിൽ നിന്ന് പറഞ്ഞു വേണ്ട, അവരുടെ ജീവിതത്തിൽ നേരം. ഈ ഫേസ്ബുക്കിൽ എടുത്ത് വെക്കുന്നുണ്ട് ഇവനെ ഇനി എന്റെ തന്തയ്ക്ക് വിളി. കെട്ടി വലിയൊക്കെ എവിടെ പോവാ? പൂരത്തിന് എങ്ങനെ പോവാന്നോ? ഒന്ന് പോകാൻ ആ ഡോക്ടറെ റൂമിലും കാണും ക്യാമറ. അത് കൂട്ടിട്ട് വാ.
ക്യാമറ ഒരു പൂരത്തിന് കെട്ടി വരികയൊക്കെ തൃശ്ശൂർ പൂരത്തിന് കാണാൻ പോയില്ലേ ആനയൊക്കെ ചന്തം കൂടി പോയ എന്റെ അസൂയ അന്തം വലിയ അന്തം അസൂയക്കാരല്ല ഞാൻ റിപ്പോർട്ടൊക്കെ നോക്കി. ഇപ്പോഴൊക്കെ എന്തിനേയും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇതിപ്പോ ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്കിനി ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇപ്പോ രോഗി വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്നാണ്. സോ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു 6 മാസം. അല്ല ഡോക്ടറെ, 5 മാസം 9 ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെയാണല്ലോ അവിടെ പറഞ്ഞത്. ഇതിലും വലുതിനി എന്തോന്ന് വരാനാ? വിഷമിക്കണ്ട, സമാധാനത്തിൽ പോകും. ഫീസ് 100 കൈ തരാണോ? ഓ ആയിക്കോട്ടെ. ഈ ഊളമ്മച്ചിയുടെ കയ്യിൽ നിന്ന് അയാളെ ആര് രക്ഷിക്കാനാ? ഇനി മനുഷ്യനെ കൊന്നെന്നുള്ള പേരും കൂടി കേൾക്കേണ്ടി വരുമോ എന്തോ. എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നലെ ഞാൻ വന്നു പോയപ്പോ നല്ലോണം ഇരുന്ന് കാണുന്നുണ്ട്. എപ്പോഴും ചോദിക്കും നീ എന്ന് വരുമെന്ന്. കവാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്ക് ആര് കഴിക്കാനോ? എനിക്ക് വന്നപ്പോ എന്റെ പറഞ്ഞു നിനക്കൊരു ഐഫോൺ മേടിച്ചു തരാ, ഇനി അടുത്ത തവണ വരവേ മേടിച്ച് വെച്ചേക്കുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. സന്തോഷത്തോടെ പോയിട്ടാണ് എന്റെ Party, I'm in it, in it, in it, in it, in it. Great party, I'm in it. Great party, I'm in it. ഞാക്കിട്ട് എവിടെ പോയി? ഞാനിനി എങ്ങനെ ജീവിക്കും? മാമി എന്താ പറ്റിയതാ മാമന്? പറ മാമി, മാമൻ എന്താ പറ്റിയതാ മാമി? കല്യാണത്തിന് ഇരുന്നപ്പോ ഒരു അയ്യോ മാമാ കണ്ണല് സെൽഫി എടുക്കാൻ രാവിലെ ചായ ഇട്ടുണ്ടെന്ന് എന്നെ ഉറക്കത്തെ വിളിക്കത്തില്ല. ഞാൻ ചായ ഇട്ട് വരും എനിക്ക് രാവിലെ.
അത് ഞാൻ എന്നെ തനിച്ചാക്കിയിട്ട് പോയി. ഇനി നിങ്ങളൊക്കെ തന്നെയുള്ളൂ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. എങ്ങനെയിരുന്ന അമ്മച്ചിയ എന്തൊക്കെയായിരുന്നു ഹോം ടൂർ, വ്ലോഗ്, കിച്ചൺ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ദാ കിടക്കുന്നെല്ലാം കൂടി. ഇനി ഇത് എന്റെ തലയിലായിരിക്കുമല്ലോ. എങ്ങനെ ഇരുന്നവരാ അതൊക്കെയുള്ള മനുഷ്യന്റെ കാര്യം. ശരിയാ, കണ്ടിട്ട് കഷ്ടം തോന്നുന്നു. മറ്റേ ഡോക്ടറെ കാണിച്ചെന്നാ പറഞ്ഞു, എന്നിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെയൊക്കെ വിടേണ്ട കാര്യമില്ലെന്ന് പറയും. ഒരു ഫോൺ കൊടുത്ത പുള്ളിക്കാരി ചാവില്ല, ഒന്നും കുഴപ്പം. എന്നാ ശരി, നമുക്ക് പോകാം. സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ ഒരു ഫോട്ടോ ഇല്ലാതെ ഞാൻ വിഷമിച്ചിട്ട് ഇവരെയും കൂടെ ചേർത്തങ്ങനെ ശരി. Click, go, click, click, click. Click, go, click, click, click. Click, go, click, click, click. കൂട്ടിയിട്ടൊരു കുട്ടിയിലും കൂട്ടുമായൊരു ചങ്കാണി, കാട്ടിക്കൂട്ടണ കോലങ്ങൾ കണ്ടു രസിക്കണ നാടാണി. തൊട്ടുകൂട്ടണ പെട്ടിയിലും കൂട്ടിയിട്ടൊരു ജിന്നാണി, കൂട്ടിലുള്ളൊരു കാര്യങ്ങൾ ചന്തയിലിട്ട് വിളമ്പുന്നി. ഇനി നടിക്കുന്ന ചങ്കേനി പൂട്ടിയിട്ടൊരു പെട്ടിയിലോ പെങ്ങുന്നേ നീയും എന്നെങ്ങും തറയാണേ കാട്ടണ കാര്യങ്ങൾ. ഒരു മാടത്തിൻ തൊട്ടുമ്മൽ പടമെടുക്കണ മാളോര്, പടമെടുത്തങ്ങ് പോസ്റ്റുമ്പം കമന്റുമായൊരു ചങ്കോട്. വിളമ്പി വെക്കണ കൂട്ടങ്ങൾ പിന്നീടങ്ങ് മറക്കുന്നേ, നേരെ നിന്ന് ചിരിക്കാത്തോർ പെട്ടിയിലിട്ട് ചിരിക്കുന്നേ. ടക്കണ ടക്കണടാ തുണ്ട ടക്കണടാ, പൊട്ടിയിട്ടൊരു പെട്ടിയിലും പൊട്ടുമായൊരു ചങ്കാണി, കാട്ടിക്കൂട്ടണ കോലങ്ങൾ കണ്ടു രസിക്കണ നാടാണേ. നമസ്കാരം, ലൈല അവർ ലവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഒരു മാസം ഒരു സിനിമ എന്ന ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകളാണ് എടുക്കുന്നത്. ഇതിനകത്ത് യാതൊരു സാമ്പത്തിക നേട്ടവും ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കുന്നതല്ല. ഞങ്ങളുടെ ഓരോ സിനിമയും സമൂഹത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ആ സിനിമ മനസ്സിരുത്തി കാണുകയാണെങ്കിൽ അതിലെ ഓരോ കഥാപാത്രങ്ങളും നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലുള്ളവരോ ആയിരിക്കും. അത്രത്തോളം നമ്മുടെ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന ഇതിവൃത്തങ്ങളാണ് ഞങ്ങൾ സിനിമയാക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആകെ ഞാനും എൻ്റെ മകൾ ധർമ്മയുമാണ്. കാരണം ഞങ്ങൾ ചെയ്യുന്നത് വളരെ അധ്വാനമെടുത്തിട്ടാണ്. ഒരു മാസം ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ വർക്കുകളും അതിനകത്ത് നോട്ടീസ് ഒഴിച്ച് ഈ മൊമെൻ്റ് ഒഴിച്ച് ബാക്കി ഒരു സാധനവും ഞങ്ങൾ പുറത്തു കൊടുത്തല്ല ചെയ്യിക്കുന്നത്. ഞങ്ങളുടേതാണ് പ്രധാനപ്പെട്ട പങ്ക്, ഞങ്ങളുടെ സംവിധായികയ്ക്കാണ്. ഈ സിനിമകളെല്ലാം നിങ്ങൾ കാണണം.
ആകെ ഞങ്ങൾക്ക് ഇതിനകത്ത് സപ്പോർട്ട് കിട്ടുക എന്ന് പറയാൻ നിങ്ങളിത് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊരു ഫോണിൽ 50 പേരിരുന്ന് കാണാതെ ഒരു ഫോണിൽ ഒരാളിരുന്ന് കാണുക. നിങ്ങളുടെ ഫോണിൽ പല പ്രാവശ്യം നിങ്ങൾ കാണുക. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ ഈ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടണം. നിങ്ങളുടെ മറ്റ് നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ ഞങ്ങളുടെ ആരാണ്, രണ്ടാമത്തെ മുഖം, മൂന്നാമത്തെ കനൽച്ചിരി, നാലാമത്തെ നാളെ രാവിലെ 28-ന് രാവിലെ 10 മണിക്ക് യൂട്യൂബിൽ ഞങ്ങളുടെ സംസാരമുള്ള ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യും. പൂട്ട്. അത് ആ പൂട്ടിനകത്ത് നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് വീണ്ടും പരസ്പരം കാണാം. നന്ദി, നമസ്കാരം.